Our heartfelt welcome to Srimati Veronica teacher to share her experiences. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, കൊച്ചുമക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ സുദിനത്തിൽ ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളോടൊത്ത് സന്തോഷം പങ്കിടാനും സാധിച്ചതിൽ ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയാണ്. നമുക്ക് നല്ലൊരു കാലാവസ്ഥ തന്ന് അവിടുന്ന് നമ്മളെ സഹായിച്ചു. ഓരോ പ്രാവശ്യവും എന്റെയും ഗിരിജ ടീച്ചറുടെയും പേരുകൾ വിളിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മളുടെ പ്രിയങ്കരനായ ഗിൽ മാസ്റ്ററുടെ പേരും കൂടിയായിരുന്നു. ഞങ്ങളോടൊപ്പം റിട്ടയർ ചെയ്യേണ്ട ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ഗിൽ മാസ്റ്റർ. BV ജിഷയെ പോലെയുള്ള വളരെ മിടുക്കിയായൊരു കുട്ടിയെ കണ്ടെത്താനും നമ്മളുടെ സ്കൂളിന്റെ SS ഉയർത്താനും വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ സാറിന് സാധിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കാണ്. സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ പലപ്പോഴും മാഷെ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഇരിക്കുമ്പോ നടുക്കിൽ എന്നെ ഇരുത്തിക്കോളോട്ടെ ടീച്ചറെ എന്ന് എപ്പോഴും പറയും. അത് പറഞ്ഞ് എപ്പോഴും ചിരിക്കണ ഒരു മാഷാണ്. അതേപോലെ അപ്പൊ മാഷയുടെ ആ വിയോഗത്തില് ഞാൻ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഈ കൊല്ലത്തെ ഒരു കുട്ടിയാണ് രാജാമണി. ആ കുട്ടിയുടെ നിര്യാണത്തിലും എനിക്കും സ്കൂളിന്റെ പേരിലും ഞാനൊരു ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഞാൻ 1986 ആദ്യമായിട്ട് ജോലിക്ക് ചേർന്നത്. ഇവിടെ അമ്മാട് സ്കൂളിലെ ലീവ് വേക്കൻസിക്ക് വന്നിരുന്നു. പിന്നീട് 88 പെർമനന്റ് ആയി. അത് കഴിഞ്ഞ് 91 അമ്മാടത്തേക്ക് എത്തിയത്. ആ 91 നിന്ന് ഇന്നേ വരെ ഒരു 3 മാസക്കാലം അതിനിടയ്ക്ക് ഞാൻ ഹൈസ്കൂളിൽ പോയെങ്കിലും പിന്നീട് 24 വർഷക്കാലം ഇവിടെ ജോലി ചെയ്യാനും എന്റെ കടമകൾ നിർവഹിക്കാനും എനിക്ക് സാധിച്ചു എന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ സഹായിച്ചത് പ്രധാനമായിട്ടും എന്റെ മേലധികാരികളാണ്. HM-മാരും ഇവിടുത്തെ മാനേജർമാരും എല്ലാവരുടെയും. അതുപോലെ തന്നെ വളരെയധികം സ്നേഹം എനിക്ക് എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മാട് സ്കൂൾ എന്ന് പറയുമ്പോ വളരെയധികം അധ്യാപകരുള്ള ഒരു സ്കൂളാണ് നമ്മുടേത്. ആ മുഴുവൻ അധ്യാപകരിൽ നിന്നും ആരിൽ നിന്നും എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വളരെയധികം സ്നേഹം, എനിക്കതിൽ വളരെ അഭിമാനം, സന്തോഷം ഒക്കെയുണ്ട്. ഒരുപാട് സ്നേഹവും ബഹുമാനവും കിട്ടിയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ. അതേപോലെ വളരെയധികം കുട്ടികള്, അതിൽ കുറെ കുറുമ്പന്മാരുണ്ട്, കുറെ മിടുക്കന്മാരുണ്ട്, മിടുക്കികളുണ്ട്, അത്യാവശ്യം കുറുമ്പികളുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. കലാപരമായും കായികമായിട്ടൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുട്ടികള് ഒക്കെ ഞങ്ങളുടെ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ബസ്സിൽ കയറിയാലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോഴും ടീച്ചറെ എന്ന് വിളിക്കാനായിട്ട് കുറെ അധികം ശിഷ്യഗണങ്ങളെ സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നതില് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. എവിടെ ചെന്ന് നമ്മള് ഏതൊരു കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആരെങ്കിലും ഉണ്ടാവും നമ്മളുടെ അടുത്തേക്ക്. കൂടുതൽ ആസ്പത്രികളിലാണ് കുറെ അധികം നഴ്സ് കുട്ടികള് നമുക്കുണ്ട്, നമ്മൾ പഠിപ്പിച്ചവര്. അവരിൽ നിന്നൊക്കെ വളരെയധികം സഹായം
എനിക്ക് കിട്ടിയിട്ടുള്ളതായിട്ട്. ആ ഒരു നല്ല അനുഭവം ഭാവിയിൽ എനിക്കിപ്പോ ആസ്പത്രി പോവാന്ന് പറഞ്ഞ പേടിയില്ല. കാരണം നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന, മറ്റേത് ജോലിക്കാരെക്കാളും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരനുഭവമാണത്. ബസ്സിൽ കയറുമ്പോഴും അങ്ങനെയാണ്. ഇന്നാള് ഞാൻ ബസ്സിൽ കയറിയപ്പോ അവിടെ അതിലത്തെ കണ്ടക്ടർ എന്നോട് ചോദിക്കാണ്, ടീച്ചർ പണ്ട് വലിയ പുലിയൊക്കെ ആയിരുന്നല്ലേ, ഇപ്പൊ എന്തു പറ്റിയെന്ന്. അവൻ തമാശക്കാണ് ചോദിക്കുന്നത്. അതായത് അന്ന് അവൻ നല്ല കുറുമ്പനായിരുന്നു. കുറുമ്പെന്ന് പറഞ്ഞാൽ അസാധ്യ കുറുമ്പനാണ്. അപ്പൊ അങ്ങനെ കുറെ കുറുമ്പന്മാര് നമ്മുടെ കൈകളിലൂടെ കടന്നുപോയി. വലിയൊരു പരിധി വരെ നമുക്ക് അവരെയൊക്കെ ഉപദേശിക്കാനും ഒക്കെ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തില് എനിക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട്, അവരൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകര്, അവരുടെ സ്നേഹമാണ് നമ്മളുടെ ജോലിയുടെ സമയത്ത് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഏറ്റവും നല്ല സമ്മാനം. ആ സ്നേഹം 100% എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ അവസാന കാലഘട്ടത്തില് ഞങ്ങളുടെ HM ലിസി ലാസ ടീച്ചറുമായിട്ടും വളരെ നല്ലൊരു ബന്ധം നിലനിർത്താനും സ്നേഹത്തോടെ തന്നെ എന്ത് കാര്യങ്ങളും ടീച്ചറോട് പറയാനും സാധിക്കുന്നു എന്നതില് എനിക്ക് വളരെ സമാധാനമുണ്ട്. യാതൊരുവിധ വിഷമങ്ങളും ഇല്ലാതെ ഈ 24 കൊല്ലത്തെ സ്തുത്യർഹ സേവനം അവസാനിപ്പിച്ച് പോകാനായിട്ട് ദൈവം അനുവദിച്ചു എന്ന് തന്നെ പറയാം. ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ അത് ഈ ഗ്രാമത്തിന്റെ ഒരു ഉത്സവം കൂടിയായിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം ഈ ഉത്സവമാകണമെങ്കിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരുടെയും സഹകരണം ആണ് ഏറ്റവും ആവശ്യം. അത് നമുക്ക് ധാരാളമായിട്ട് ഇന്നും എല്ലാ കാലങ്ങളിലും കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലും അത് കിട്ടിയിരുന്നു. കഴിഞ്ഞ കൊല്ലം വരെ ആനിവേഴ്സറി എന്ന് പറയുമ്പോ വലിയ സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഇന്നത്തെ ആനിവേഴ്സറി സന്തോഷാണോ സങ്കടാണോ എന്ന് എനിക്ക് തന്നെ അറിയണില്ല. കാരണം ഞാൻ ഈ സ്കൂളുമായി അത്രയധികം ഇഴുകിച്ചേർന്ന് പോയിട്ടുള്ളതാണ്. ഈ നാടുമായും ഈ നാട്ടിലെ ആളുകളുമായിട്ടൊക്കെ വളരെയധികം ഇഴുകിച്ചേരേണ്ടി വന്നു. 24 കൊല്ലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ച കുട്ടികളുടെ മക്കള് ഇപ്പൊ ഞങ്ങളിപ്പോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോഴും അവരൊക്കെ കാണുമ്പോഴും വളരെ സന്തോഷം നമുക്കുണ്ട്. അപ്പൊ ഇന്നത്തെ സുദിനം വളരെ ഭംഗിയാക്കി തീർക്കുന്നതിനും എല്ലാ കലാപരിപാടികളും നടത്തുന്നതിനും സഹായിച്ച റോസ് പോൾ ടീച്ചർ, നമ്മളുടെ പ്രിയപ്പെട്ട HM, പ്രിൻസിപ്പാൾ, PTA പ്രസിഡന്റുമാര്, PTA എക്സിക്യൂട്ടീവ്, അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികള്, വളണ്ടിയേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, എല്ലാവരോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, teacher. It was really an emotional speech. Many students of our schools have proved their artistic talents in the sub-district and district youth festivals. All the winning